നമ്മൾ പഠിച്ച ഇക്വേഷനാണ് പി എക്സ് ഇൻറ്റു പി വൈ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. ആ ഒരു ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ വന്ന് സർക്കിൾ സെന്ററിൽ നിന്ന് ഇവിടേക്ക് തട്ടുന്ന ഈ പോയിന്റിനെ പി എന്നിടുന്നു. അതുപോലെ തന്നെ ഒരു സൈഡിൽ എക്സ് എന്നും ഒരു സൈഡിൽ വൈ എന്ന് വിടുന്നു. അങ്ങനെയാണെങ്കിൽ പി എക്സ് ആരാടാ? പി എക്സ് എന്ന് പറയുന്നത് 4, പി വൈ എന്ന് പറഞ്ഞാൽ 3. റേഡിയസ് തന്നിട്ടുണ്ടോ? ഇല്ല. അതാണ് കണ്ടുപിടിക്കേണ്ടത്. റേഡിയസ് നമുക്ക് കണ്ടുപിടിക്കണം. ഡി ആരാ? ഡി ഡയാമീറ്റർ അല്ല. ഡി എന്ന് പറയുന്നത് സെന്ററിൽ നിന്നും ഈ കോഡിലേക്കുള്ള ലെങ്ത് ആണ്. ദാറ്റ് ഈസ് 2. ഇതെല്ലാം കൂടി എടുത്ത് ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. പി എക്സിന് പകരം 4 കൊടുത്തു, പി വൈക്ക് പകരം 3 കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ എനിക്ക് അറിയില്ല, കണ്ടുപിടിക്കണം. മൈനസ് ഡി സ്ക്വയർ എന്ന് പറയുന്നത് 2 സ്ക്വയർ. കുഴപ്പമുണ്ടോ? എന്നാ പറഞ്ഞേ 4 × 3 12 ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ തന്നെയാണ്. മൈനസ് 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. ആ -4 ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താ അവിടെ? +4 ആവും. സോ 12 + 4 ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. 12ഉം 4ഉം കൂട്ടിയാൽ എത്രയാ? 16 ആണ്. ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 16 ആണ്. ആ സ്ക്വയറിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താ അവിടെ? റൂട്ട് ആവും. ആർ ഈസ് ഈക്വൽ ടു √16. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 എന്ന് നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ യൂണിറ്റ് എഴുതി വെക്കാൻ മറക്കരുത്. ഇവിടെ ക്വസ്റ്റ്യൻ ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്ക് 4 എന്ന് എഴുതി വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല.